स्थिततद्गतेन मनसा पश्यन्ति यं योगिनो. റോഡിൻ്റെ അരികിൽ ഞങ്ങൾ രണ്ടുപേർ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു വണ്ടീൻ്റെ പുറകു വന്ന് തട്ടിയതാണ്. പുറകു വന്ന് തട്ടി ബൈക്കിൻ്റെ പുറകിലിരിക്കുന്ന ആൾ അറിഞ്ഞിട്ടില്ല ഈ സംഭവം എന്നെ ഇങ്ങനെ തട്ടിയത്. അത് ഏകദേശം സെക്കൻഡിൽ ഒരു 100-ൽ-1 പോലും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ തലയ്ക്ക് തട്ടി, താടിയല് പൊട്ടി, തലയ്ക്ക് 2 ഇതുണ്ടായിരുന്നു. ഉടനെ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. ഈ കഴുത്തിൻ്റെ സ്പൈനലിന് കുഴപ്പമുണ്ടായിരുന്നു, അത് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഈ ചെവീൻ്റെ ഇവിടെയും കവളും കീറിയിട്ടുണ്ടായിരുന്നു, ഈ ഉക്ക് വളർത്തിയിട്ട്. അത് തുന്നിക്കെട്ടി. പിറ്റേ ദിവസം എനിക്ക് കാലില്ല എന്നൊരു തോന്നൽ വന്നു. അപ്പോഴാണ് അറിയണത് പിന്നെ സ്പൈനലിന് ഇങ്ങനെ കുഴപ്പം പറ്റിയിട്ടുണ്ട്, സീരിയസ് ആണ്, പിന്നെ ഉടനെ MRI സ്കാൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് സീരിയസിൻ്റെ ആ ഒരു ഘട്ടം വന്നത്. അതുവരെ വെറുതെ വാർഡിൽ കിടക്കുമായിരുന്നു. എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷമാണ് വന്നത്. ഇയാൾക്ക് ചുരുങ്ങിയതൊരു 5-6 വർഷം മുമ്പേ ആണ് ആക്സിഡൻറ്റ് പറ്റിയത്. മോട്ടോർ സൈക്കിളിൽ നിർത്തി വേറെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ വണ്ടി വന്ന് ഇടിച്ചു പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയതാണ്. വണ്ടിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ താടിക്കാണ് വന്ന് ഇടിച്ചത്. താടിക്ക് വന്ന് ഇടിച്ച് അങ്ങനെ വീണു. അതിനുശേഷം ഒക്കെ ഇവിടുന്ന് കീഴ്പ്പെട്ട് തീരെ ചലനമില്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന് പറയണു. എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷമാണ് വന്നത്. ഇതിന് മുമ്പേ അലോപ്പതി, ആയുർവേദം, ഹോമിയോ, ഫിസിയോതെറാപ്പി അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ചികിത്സ. ഉഴിച്ചിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഈ മർമാഘാതത്തിനുള്ളൊരു ചികിത്സ എവിടെയും ഉണ്ടായിട്ടില്ല. മർമാഘാതം വന്നു താടിയലിന് പറ്റിയാൽ എന്ത് മർമ്മ ഉള്ളതെന്ന് ചോദിച്ചാൽ മർമ്മമുണ്ട്. താടിയലിനേക്കാൾ കൂടുതൽ ഇവിടെ ഈ താടിയലിന് ഇളക്കം തട്ടിയാൽ ഈ പിന്നിലത്തെ സെൻട്രൽ ബോണിന് കണക്ഷനുള്ള ഈ ഭാഗം ആകെ ഇളകും. അപ്പം അത്രയും ശക്തിയായുള്ള ഇടിയാണ് പറ്റിയത്. മർമ്മത്തിന് ക്ഷതം വന്നാൽ ചവിട്ടി വീഴ്ചയിലാണ് അതിൻ്റെ യുജ്യമായ മാർഗം. എങ്കിലേ ആ കാല് ചെന്നാലേ, ആ ബലത്ത് ചെന്നാലേ ഒരു എല്ലിനെ കൊണ്ട് മറ്റൊരു എല്ലിനെ അവിടെ നിവർത്തണം എന്നുണ്ടെങ്കിൽ കാലം തന്നെ ചെല്ലണം, കൈകൊണ്ട് മുഴുവൻ ആവില്ല. അപ്പം അതിന് ഈ മർമ്മം അറിയുന്നവർ വേണം, അല്ലെങ്കിൽ കളരി അങ്ങനെ സർവ്വനാടികളെക്കുറിച്ചും അറിയുന്നവർ വേണം അത് ചെയ്യാൻ. അല്ലാണ്ട് ചെയ്താൽ നാടി പഴച്ചാൽ നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിച്ച ചികിത്സ അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള പോലെയാവും. രോഗം മാറി നീച്ചിറക്കാൻ വന്നൊരു അവസാനം ഒട്ടും വയ്യാണ്ട് തിരിച്ചു പോകേണ്ടൊരു ഗതികേട്ടിലേക്കാണ് വരിക. അപ്രമത്തേന വേദ്ധവ്യം സർവത്തന്മയോ ഭവേത്. 10 മാസമായി ഇവിടുത്തെ ചികിത്സ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ 2ാമത്തെ വരവാണ്. നേരത്തൊന്നും കാലൊന്നും നമുക്ക് ഇങ്ങനെ ഇത്രയും ചലിക്കാനൊന്നും കഴിയില്ലായിരുന്നു. ഇങ്ങനെയൊന്നും അനക്കാനേ കഴിയില്ല. ശരിക്കും അങ്ങനെ ഒരു തടി പിന്നെ കട്ടിലേലിട്ടാൽ എങ്ങനെയുണ്ട് അതേപോലെ ആയിരുന്നു. എടുക്കാനൊന്നും പറ്റൂല, തുണി കൂട്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളായിരുന്നു. പിന്നെ നേരത്തെ ഇത്രയും ഈ വളവ് കൂടുതലായിരുന്നു. നമുക്ക് സ്വയമായിട്ട് ഒട്ടും നിവർത്താൻ കഴിയുന്നുണ്ട്. കൈ കണ്ടോ, നേരത്തെ ഇത് പറ്റങ്ങനെ വളഞ്ഞ് ഇവിടെ ഇങ്ങനെ പറ്റങ്ങ് വളഞ്ഞു വരുമായിരുന്നു. ശാസ്ത്രത്തിൽ പറയാത്ത പല കാര്യങ്ങളും നമ്മൾ അനുഭവം കൊണ്ട്, യുക്തി കൊണ്ട്, പരമ്പരയാ ഉപയോഗിച്ച് വരുന്ന പല കാരണങ്ങളെ കൊണ്ടും ചിലപ്പോൾ അത് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ടാവില്ല, ആചാര്യന്മാരെ ശാസ്ത്രശാഖകളിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ അനുഭവമാണ് ഗുരു. നമ്മൾ പ്രയോഗിച്ച് നോക്കിയിട്ട് കാരണന്മാർ പ്രയോഗിച്ച അനുഭവം വെച്ചിട്ട് അത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം അത് ഏറ്റവും നല്ല ഗുരുവാണ്. അത് ശാസ്ത്രരീതി ചിലപ്പോൾ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല വരും, പക്ഷേ ചിന്തിച്ചാൽ അത് ശാസ്ത്രം ഉണ്ടാവും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവം പെട്ടെന്ന് വന്നതും ഇതുകൊണ്ടാണ്. ഒരു ടെമ്പോ തട്ടിത്തകർത്ത ജീവിതമാണ് തങ്കച്ചൻ്റേത്.
പുലാമന്തോൾ ശങ്കരൻമൂസ് എന്ന അഷ്ടവൈദ്യന്റെ മേൽനോട്ടത്തിൽ കളരി ചികിത്സയുടെ സഹായത്തോടെയുള്ള ആയുർവേദ ചികിത്സ കൊണ്ട് അസുഖം കുറേയേറെ കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും തങ്കച്ചന് കഴിഞ്ഞു. सर्वेषां शान्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्.